ഹലോ ഹായ് നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോളം 2024 ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. രഞ്ജിത്ത് സജീവ് എന്ന നടനെ നായകനാക്കി സംജാത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പുതിയ സിനിമയാണ് ഗോളം. റിട്ടേൺ ബൈ പ്രവീൺ വിശ്വനാഥ്, പ്രൊഡ്യൂസ്ഡ് ബൈ സജീവ് PK. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ, സിദ്ദീഖ്, അങ്ങനെ പ്രമുഖ നടന്മാരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ കുറച്ചധികം യൂട്യൂബേഴ്സും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. കാർത്തിക് ശങ്കർ, അതുപോലെ ടീം കുഞ്ഞിപ്പുഴു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഒരു മാമൻ കഥാപാത്രം വരുന്നുണ്ട്. പുള്ളിക്കാരനകത്ത് അഭിനയിച്ചു. പുള്ളിയുടെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഒരു ഓഫീസ് പ്രിമൈസസിൽ നടക്കുന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ക്രൈം ത്രില്ലർ. എന്തായാലും സാധാരണ ഓഫീസ് കഥകൾ പറയുമ്പോൾ ഓഫീസിലെ എന്തെങ്കിലും പ്രണയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധാരണ കുത്തി നിറയ്ക്കാറുണ്ട്. എന്തായാലും ഈ സിനിമയിൽ പടം തുടങ്ങി 10-ാം മിനിറ്റിലെ എന്താണ് പടത്തിൻ്റെ മെയിൻ ക്രക്സ് എന്നുള്ളതിന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. സിദ്ദിഖ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ ഒരു വൈബ്, അദ്ദേഹത്തിൻ്റെ ഒരു കരിസ്മ ക്യാരക്ടറിനകത്തുണ്ട്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്നു ചന്ദിനി, അലൻസിയർ ലോപ്പസ് എന്നിവരും ഈ സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളെ വരുന്നുണ്ട്. കഥയിലേക്ക് വന്നാൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണിത്. ക്രൈം ത്രില്ലർ എന്ന ഗണത്തിൽ പറയുന്ന ഒരു പടം തന്നെയാണിത്. നേരത്തെ പറഞ്ഞല്ലോ, പടം തുടങ്ങി 10-ാം മിനിറ്റിൽ ഈ പടത്തിൻ്റെ ക്രക്സ് എന്നുള്ള ലെവലിൽ ഒരു ഓഫീസിൽ നടക്കുന്ന ഒരു മരണം, അതേ അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് സജീവാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത് സജീവ് എന്ന് പറയുന്നത് കൽബ്, മൈക്ക് എന്ന സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ പോലീസ് കഥാപാത്രം ഭയങ്കര സ്റ്റിഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇമോഷണൽ ഒരു എന്താ പറയുന്ന ഒരു ഭാവപ്രകടനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ അങ്ങനെ ആയിരിക്കണമെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചതുകൊണ്ടാകാം. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഇത് കാണണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഇതിൻ്റെ ട്രെയിലർ കാണിക്കുന്നത് അതുപോലെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ആണ് ഈ പടത്തിനകത്ത് ഉള്ളതായിട്ട് കാണിക്കുന്നത്. പടം ഒരു പരിധിവരെ ആ എൻഗേജ്മെന്റ് കാണിക്കുന്നുണ്ട്. ഒരു ഓഫീസിനകത്ത് നടക്കുന്ന ഒരു മരണം, പിന്നെ അത് ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കഥകൾ, എങ്ങനെ മരണപ്പെടുന്നു, ആര് കൊല്ലുന്നു, എങ്ങനെ കൊല്ലുന്നു എന്നുള്ളതിനൊക്കെയാണ് ബാക്കി കഥകളും കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ ചിത്രം അവസാനിപ്പിക്കുന്നത് സെക്കൻഡ് പാർട്ടിലേക്ക് വിരച്ചുകൊണ്ടിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഒരുപാട് എൻഗേജിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ഈ ചിത്രത്തിലുണ്ട്. അതുതന്നെ ഈ പടത്തിൻ്റെ ഒരു ത്രില്ലിംഗ് സ്വഭാവം കാണിക്കുന്നുണ്ട്. സണ്ണി വെയിൻ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും സണ്ണി വെയിൻ്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ വിരലെണ്ണാവുന്ന സീനുകളിൽ മാത്രം വരുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാകാം ഈ പാട്ടിൽ സണ്ണി വെയിൻ്റെ ക്യാരക്ടറിന് അധികം പ്രാധാന്യം കൊടുക്കാത്തത്. എന്നാൽ അത് പ്രേക്ഷകരിലേക്ക് ആ സെക്കൻഡ് പാർട്ട് എന്ന് കാണുന്നത് വരെ, സെക്കൻഡ് പാർട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നത് വരെ അങ്ങനെ ഒരു ഡൗട്ട് എന്തായാലും വരും. സണ്ണി വെയിൻ്റെ കഥാപാത്രത്തിന് കുറച്ചുകൂടെ പവർ കൊടുത്തുകൂടെ എന്നുള്ളത് നമുക്ക് തോന്നും. ഓവറോൾ ഒരു ക്രൈം ത്രില്ലറിന് വേണ്ട എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. കാരണം കൂടുതലും ഇപ്പോൾ ഏത് സിനിമ എടുത്തായാലും BGM ആണ് അതിനകത്ത് നിറച്ച് നിൽക്കുക. ഇതിനകത്തും ഉള്ള കുറച്ച് ഏരിയാസിൽ നല്ല രീതിയിൽ BGM വരുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാമായിരുന്നു എനിക്ക് എന്ന് തോന്നി. ഒരു പ്രേക്ഷകൻ എന്ന നിലയിലുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്തായാലും ഈ ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ കാണാത്തവർ എത്രയും പെട്ടെന്ന് കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ കമൻറ്റ് ചെയ്യുക.